ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നൈസ് സൺഡേ വിഷ് ചെയ്യാണ്. ഇന്ന് സൺഡേ ആണ്, പക്ഷെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. നമ്മളൊരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻസ്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യമേ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാരും റെഡി അല്ലേ? അതെ, എല്ലാരും റെഡിയാണ്. ഫസ്റ്റ് വൺ നോക്കാം. സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷൻ 1958, 1958 സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, അതെന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം. ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യത്തെ പോളിസിയാണ് എന്ത്? സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷൻ 1958. എന്താ സംഭവം? ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യത്തെ പോളിസി. ക്ലിയർ ആയല്ലോ? ഈ പോളിസി കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ശാസ്ത്രീയ അറിവുകൾ ആർജിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക. അതായത് ശാസ്ത്രീയമായ അറിവുകൾ ആർജിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഇതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷൻ 1958 ലക്ഷ്യം വെച്ചത്. ഒരു പോയിന്റും കൂടി നോക്കാം. ഗവേഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും ഈ നയം ഊന്നൽ നൽകുന്നു. ഈ നയം എന്തിനൊക്കെയാണ് ഊന്നൽ നൽകുന്നത്? ഗവേഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമൊക്കെയാണ് ഈ നയം ഊന്നൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്രയും പോയിന്റ്സുകൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷൻ 1958 റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ആകെ 3 പോയിന്റുകളല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അല്ലെ? അതായത് ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യ പോളിസി ആയിരുന്നു ഇത്. ശാസ്ത്രീയ അറിവുകൾ ആർജിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെയുള്ള നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ സയന്റിഫിക് പോളിസി ഓൺ റെസൊല്യൂഷൻ 1958 ലക്ഷ്യം. ഗവേഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും ഈ നയം ഊന്നൽ നൽകുന്നു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സെക്കൻഡ് പോളിസിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. എന്താണ്? ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. സാമൂഹിക സാമ്പത്തിക രംഗത്തെ പദ്ധതികളെ ഏകോപിപ്പിക്കുക, നാഷണൽ ഇന്നോവേഷൻ സിസ്റ്റത്തെ നടപ്പിലാക്കുക എന്നിവയാണ് ഈ നയത്തിന്റെ ലക്ഷ്യങ്ങൾ. എന്ത്? ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983 പ്രധാന ലക്ഷ്യം എന്താണ്? സാമ്പത്തിക രംഗത്തെ പദ്ധതികളെ ഏകോപിപ്പിക്കുക, നാഷണൽ ഇന്നോവേഷൻ സിസ്റ്റത്തെ നടപ്പിലാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഒരു പോയിന്റും കൂടി നോക്കാം. സാങ്കേതികമായ സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയും കൈവരിക്കുക എന്നതാണ് ഈ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യം. എന്താ സംഭവം? സാങ്കേതികമായ സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയും കൈവരിക്കുക എന്നതാണ് ഈ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വണ്ണിലേക്ക് നോക്കൂ. ശാസ്ത്ര സാങ്കേതിക നയം 2023. എന്താണ്? ശാസ്ത്ര സാങ്കേതിക നയം 2023. എന്താണ് സംഭവം? ഫസ്റ്റ് വൺ, ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക. ഓക്കെ, ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക, ദേശീയ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രഭാവം പ്രയോജനപ്പെടുത്തുക എന്നിവയാണ് ശാസ്ത്ര സാങ്കേതിക നയം 2003 ലക്ഷ്യങ്ങള്. 2003. ഓക്കെ, ക്ലിയർ ആയിട്ട് ഡേറ്റ് ഓർത്തു വെക്കണം, അതിന്റെ ലക്ഷ്യങ്ങളും ഓർത്തു വെക്കണം കേട്ടോ. ശാസ്ത്ര സാങ്കേതിക നയം 2003 ലക്ഷ്യം എന്താണ്? ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക, ദേശീയ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രഭാവം പ്രയോജനപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. അതിലൊരു പോയിന്റും കൂടി പഠിച്ചു വെക്കാം. 1990 ഇതിലാണ് 1990 ഉദാരവൽക്കരണ ഘട്ടത്തിലുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാസ്ത്രീയ ഗവേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു നയമാണ് എന്ത്? നമ്മുടെ
ശാസ്ത്ര സാങ്കേതിക നയം 2023. അതായത് 1990-ലെ ഉദാരവൽക്കരണ ഘട്ടത്തിലുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ശാസ്ത്രീയ ഗവേഷണ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ നയമാണ് എന്ത്? ശാസ്ത്ര സാങ്കേതിക നയം 2003. ക്ലിയർ ആയല്ലോ? അടുത്ത നാലാമത്തേലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. റെഡി അല്ലേ? ബോറടിക്കാൻ പാടില്ല, മടുപ്പ് തോന്നാൻ പാടില്ല. അപ്പൊ കണ്ണടച്ചിരിക്കുക, പറയാ എനിക്ക് പറ്റും എനിക്ക് പറ്റും എനിക്ക് പറ്റും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളൊരു വട്ടാണെന്ന് വിചാരിച്ചോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ ജോബ് വെച്ചെങ്കിൽ അത് കിട്ടിയാൽ മതി. ഓക്കെ. 4th വൺ, ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013. എന്താണ്? ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013. എന്താണ് ഇതിനകത്ത് പറയുന്നത്? സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളിലും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ നയം. ഓക്കെ. സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളിലും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏത് നയം? ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അതിലുള്ള പോയിന്റ് നോക്കൂ. ഈ നയം ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നു. ഏത്? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013 ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവ ജനങ്ങളുടെ വേഗതയേറിയതും സുസ്ഥിരവും സമഗ്രവുമായ വികാസത്തിന് ഊന്നൽ നൽകണം. അതാണ് ഈ നയം ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവ ജനങ്ങളുടെ വേഗതയേറിയതും സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിന് ഊന്നൽ നൽകണം. ക്ലിയർ ആയല്ലോ? ഒരു പോയിന്റും കൂടി. 2020ഓടെ ഇന്ത്യയെ മികച്ച 5 ആഗോള ശാസ്ത്രശക്തികളിൽ ഉൾപ്പെടുത്തുക എന്നതും ഈ നയത്തിന്റെ ലക്ഷ്യമായിരുന്നു. ഓക്കെ. എന്താണ്? 2020ഓടെ ഇന്ത്യയെ മികച്ച 5 ആഗോള ശാസ്ത്ര ശക്തികളിൽ ഉൾപ്പെടുത്തുക എന്നതും ഈ നയത്തിന്റെ ലക്ഷ്യമാണ്. ക്ലിയർ ആയല്ലോ? 5th വണ്ണിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താ സംഭവം? സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020. സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. കോവിഡ്-19 പടരുന്ന സാഹചര്യത്തിൽ 2020 മധ്യത്തോടെ ആയിരുന്നു ഈ നയം ആരംഭിച്ചത്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020 ആരംഭിച്ചത് എപ്പോഴാണ്? കോവിഡ്-19 പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മധ്യത്തോടെയാണ് എന്ന് ആലോചിച്ച് വെക്കുക. ആഗോളതലത്തിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വികസനം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് ഈ നയം. എന്താണ്? ആഗോളതലത്തിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വികസനം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് ഈ നയം. 3rd പോയിന്റ്, ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തവും പുതിയ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തി ഗവേഷണ ഫലങ്ങൾ സാമൂഹിക വാണിജ്യ രംഗത്ത് ഉപയോഗപ്പെടുത്തുക. അതും കൂടി ഉണ്ട് കേട്ടോ. അതായത് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തവും പുതിയ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗവേഷണ ഫലങ്ങൾ സാമൂഹിക വാണിജ്യ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ. അത്രയാണ് നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020 നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. അപ്പൊ 5 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.